നൂറൊഴികെ ബാക്കി എല്ലാവരുടെയും പെട്ടി ഇന്നലെ രാത്രി സ്റ്റോറൂമിൽ എത്തിയിട്ടുണ്ട്. എവിക്ഷന്റെ ഭാഗമായിട്ട് അനുമോളെല്ലാം പെട്ടി പാക്ക് ചെയ്യുന്നത് കണ്ട് നെവിൻ പറയും, ഇവളീ പെട്ടി പാക്ക് ചെയ്യുന്നത് കണ്ടാൽ നാളെ എവിക്റ്റായി പോകുന്ന പോലെയാണ്. നമുക്കറിഞ്ഞൂടെ അനു, നീ എങ്ങോട്ടും പോവില്ല എന്ന്. അപ്പോൾ അക്ബറും പറയും, അവൾക്കും പറയാം നമുക്കും പറയാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അക്ബറും നെവിനോടെ ഒരേ ചിരിയാണ്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഇത് തന്നെയായിരുന്നു നിങ്ങൾ ആര്യന്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അക്ബർ വിചാരിച്ചിരുന്നോ ആര്യൻ പുറത്തു പോകുമെന്ന് എന്ന് അനുമോളോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 3 പേരെയും ക്യാപ്റ്റനാക്കിയത് കൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരിൽ ഒരാൾ പുറത്തു പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നൊക്കെ അക്ബറുടെ അനുവിന്റെ അടുത്തായിട്ട് തുറന്ന് പറയുന്നുണ്ട്. പിന്നീട് അനുമോള് പെട്ടിയെല്ലാം പാക്ക് ചെയ്യുന്നത് കണ്ട് അനീഷ് അവിടെ നോക്കി നിൽക്കുകയാണ്. അനുമോൾ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് പെട്ടി പൂട്ടാൻ നോക്കുമ്പോൾ പെട്ടി പൂട്ടാൻ പറ്റുന്നില്ല. അനീഷ് ചോദിക്കുന്നുണ്ട്, ഹെൽപ്പ് വല്ലതും വേണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ അനു പറയും, ആ വേണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനുവിന്റെ പെട്ടിയെല്ലാം അനീഷയുടെ പൂട്ടി കൊടുക്കുകയാണ്. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നത് അനുമോള് തന്നെയാണ്. അതുപോലെ തന്നെ അല്പസമയം മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് അനീഷിന് അനുമോളോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അനീഷ് പറയും, ലാലേട്ടൻ അങ്ങനെ ഒരു ഫീല് തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ അനീഷാണ് ചിരിച്ചുകൊണ്ട് ലാലേട്ടന്റെ അടുത്തായിട്ട് പറയുന്നുണ്ട്. അനുവിന് അവിടെ ഒരു നാണമൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് മുഖത്ത് നോക്കിക്കൊണ്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത് എന്നെല്ലാം അനുമോള് പറയും. ഒടുക്കൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഞാൻ വരേണ്ടി വരുമോ ഗുരുവായൂർ അമ്പല നടയിൽ എന്നെല്ലാം ചോദിക്കുന്ന ലാലേട്ടനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.